നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 2006 ബോംബെ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടന പരമ്പര കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നത് കഴിഞ്ഞ ദിവസമാണ്. 18 വർഷം ജയിലിൽ കിടന്ന ചെറുപ്പക്കാരിൽ ആർക്കുമെതിരെ വിശ്വസനീയമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടെത്തിയാണ് കോടതി മുഴുവൻ പേരെയും കുറ്റമുക്തരാക്കി ജയിലിൽ നിന്ന് ഇറക്കിവിട്ടത്. രാജ്യത്തെ ആകെ ചോദ്യമുനയിൽ നിർത്തിയ ആ വിധിയിൽ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയെങ്കിലും പ്രതികളാരും തിരികെ ജയിലിലേക്ക് പോവേണ്ടതില്ല എന്ന് പരമോന്നത കോടതി വിധിച്ചു. ഇന്ത്യയെ ആകെ പിടിച്ചുകുലുക്കിയ ബോംബെ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനത്തിൽ 200-ലധികം മനുഷ്യരാണ് ചിന്നിച്ചിതറി മരിച്ചത്. മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സേന പ്രതികളായി പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയ 12 പേരിൽ 5 പേർക്ക് വധശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തവും. 2 പതിറ്റാണ്ടോടടുക്കുമ്പോൾ അവരാരും കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയാൽ പിന്നെ ആരാണ് ആ പാതകം ചെയ്തവർ? ശരിയായ അന്വേഷണം നടത്താതെ നിരപരാധികളെ പിടികൂടി കോടതിയിൽ എത്തിച്ച ഭരണകൂടത്തിൻ്റെ തിടുക്കത്തിന് പിന്നിൽ എന്തായിരുന്നു? തെളിവുകളില്ലാത്ത, ശരിയായ സാക്ഷിമൊഴികളില്ലാത്ത പ്രതികളെ പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിൽ 18 വർഷം ജയിലിൽ ജീവിതം ഹോമിച്ച മനുഷ്യരുടെ അത്രയും ആയുസ് ആര് തിരികെ കൊടുക്കും? അവരുടെ ഉറ്റവരും ഉടയവരും അനുഭവിച്ച പീഡകൾക്ക്, സാമൂഹിക ഭ്രഷ്ടുകൾക്ക് ആര് ഉത്തരം പറയും? ഇന്ത്യയിലെ ജയിലുകളിൽ ഇപ്പോഴും തീർപ്പില്ലാതെ കിടക്കുന്ന കേസുകളിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്നുണ്ട് ഈ സംഭവം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് നിലവിളികൾ കേൾക്കാൻ കഴിയുന്നു. അത് എവിടെ നിന്നെല്ലാമാണ്? ഭരണകൂടം എന്തിനൊക്കെ വേണ്ടി ആരെയെല്ലാം ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഭയപ്പെടുത്തുന്ന ചോദ്യം നമ്മെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് 2006 ജൂലൈ 11 മുംബൈയിൽ അരങ്ങേറിയത്. പശ്ചിമ റെയിൽവേയുടെ സബർബൻ ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളിൽ 11 മിനിറ്റിനുള്ളിൽ 7 ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. മുംബൈയുടെ ഗതാഗത വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കാൻ കഴിയുന്ന ലോക്കൽ ട്രെയിനുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങൾ. സംഭവ സ്ഥലത്ത് 189 പേരുടെ മരണത്തിനും 800-ലധികം പേർക്ക് പരിക്കിനും ഇത് കാരണമായി. പരിക്കേറ്റ് പിന്നീട് മരിച്ചവരുടെ കൂടെ കണക്കെടുത്താൽ ആകെ മരണസംഖ്യ 200 കടന്നു. വൈകുന്നേരം 6:23 മുതൽ 6:35 വരെ പശ്ചിമ റെയിൽവേയുടെ സബർബൻ ലൈനിലെ 7 ട്രെയിനുകളിൽ മാട്ടുംഗ റോഡ്, മാഹിം ജംഗ്ഷൻ, ബാന്ദ്ര, ഖാർ റോഡ്, ജോഗേശ്വരി, ദയാന്ദർ, ബോരിവലി എന്നീ സ്റ്റേഷനുകളിലോ അവയുടെ സമീപങ്ങളിലോ ആയിരുന്നു സ്ഫോടനങ്ങൾ അത്രയും. 7 പ്രഷർ കുക്കറുകളിൽ RDX, അമോണിയം നൈട്രേറ്റ് എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബുകൾ സ്ഥാപിച്ചുവെന്നാണ് ATSൻ്റെ കേസ്. ഇവ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിലാണ് സ്ഥാപിച്ചത്. ഈ സ്ഫോടനങ്ങൾ ഏകോപിതവും കൃത്യമായ ലക്ഷ്യം വെച്ചുള്ളതുമായിരുന്നു. വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്ത് ജനപ്രവാഹത്തിനിടയിൽ പരമാവധി നാശം വരുത്താൻ അക്രമികൾ ലക്ഷ്യമിട്ടു. ബോംബുകൾ പ്രഷർ കുക്കറുകളിൽ പാക്ക് ചെയ്ത് റെക്സിൻ ബാഗുകളിൽ മറച്ചുവെച്ച് പത്രങ്ങൾ കൊണ്ട് മൂടി ട്രെയിനുകളിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് ഏജൻസിയുടെ കേസ്. കൃത്യസമയത്ത് അവ പൊട്ടിത്തെറിച്ചു. ചിതറിയ ശരീരങ്ങളും ഭയാനകമായ വിലാപങ്ങളും കണ്ട് രാജ്യം ഞെട്ടിവിറച്ചു. മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡ് അന്വേഷണം ഏറ്റെടുത്തു. 7 വ്യത്യസ്ത FIRകൾ രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു അന്വേഷണം. അന്വേഷണത്തിനൊടുവിൽ 13 പേരെ ATS അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാം ലഷ്കർ-ഇ-തൊയ്ബ ബന്ധമുള്ളവരും പാകിസ്ഥാനിൽ നിന്ന് സഹായം കിട്ടിയവരുമാണെന്ന് ഏജൻസി പറഞ്ഞു. 2006 നവംബറിൽ ATS കുറ്റപത്രം സമർപ്പിച്ചു. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് അഥവാ കുപ്രസിദ്ധമായ മക്കോക്ക, UAPA, എക്സ്പ്ലോസീവ്സ് ആക്ട് എന്നിവ പ്രകാരം കുറ്റങ്ങൾ ചുമത്തി. വിചാരണയ്ക്കൊടുവിൽ 2015 മഹാരാഷ്ട്രയിലെ മക്കോക്ക പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചു. 5 പേർക്ക് മരണശിക്ഷ, 7 പേർക്ക് ജീവപര്യന്തം തടവും, ഒരാൾ കുറ്റവിമോചിതനുമായി. ശിക്ഷിക്കപ്പെട്ട കമാൽ മുഹമ്മദ് അൻസാരിക്ക് മേലുള്ള കുറ്റം പാകിസ്ഥാനിൽ നിന്ന് ആയുധ പരിശീലനം നേടിയെന്നും ബോംബ് നിർമ്മാണത്തിനും അത് ട്രെയിനിൽ വയ്ക്കുന്നതിനും സഹായിച്ചു എന്നതുമായിരുന്നു.
മുഹമ്മദ് ഫൈസൽ അത്തൗർ റഹ്മാൻ ഷെയ്ഖിനും വധശിക്ഷയായിരുന്നു വിധി. ലഷ്കർ ഇ തൊയ്ബയുടെ മുംബൈ യൂണിറ്റിൻ്റെ നേതാവ്, ബോംബ് സ്ഫോടനങ്ങൾക്ക് പിന്തുണ നൽകിയതിന് ഉത്തരവാദി, ഭീകരർക്ക് താമസവും പരിശീലനവും നൽകി തുടങ്ങിയ കുറ്റങ്ങളാണ് ഫൈസലിന് മേൽ ചുമത്തിയത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയിലെ അംഗമെന്നാരോപിച്ച് പിടികൂടിയ ഖുത്ബുദ്ദീൻ സിദ്ദിഖി ഭീകരർക്ക് താമസം നൽകിയതിനും ബോംബ് നിർമ്മാണത്തിനുമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. നവീദ് ഹുസൈൻ ഖാൻ, ആസിഫ് ഖാൻ, ബഷീർ ഖാൻ എന്നീ പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചത് സമാനമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ്. തൻവീർ അഹമ്മദ് മുഹമ്മദ്, ഇബ്രാഹിം അൻസാരി, മുഹമ്മദ് മാജിദ്, മുഹമ്മദ് ഷാഫി, ഷെയ്ഖ് മുഹമ്മദ് അലി, ആലം ഷെയ്ഖ്, മുഹമ്മദ് സാജിദ്, മർഗൂബ് അൻസാരി, മുസമ്മിൽ അത്തൗർ റഹ്മാൻ ഷെയ്ഖ്, സുഹൈൽ മഹമ്മൂദ് ഷെയ്ഖ്, സമീർ അഹമ്മദ്, ലത്തീഫുർ റഹ്മാൻ ഷെയ്ഖ് എന്നിവർക്കാണ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന ജീവപര്യന്തം തടവ് വാങ്ങിക്കൊടുത്തത്. 2015 മക്കോക്ക കോടതി വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ടവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. 10 വർഷത്തിന് ശേഷം കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി പ്രതികളെല്ലാവരെയും കുറ്റമുക്തരാക്കി. പ്രതികൾക്കെതിരെ വിശ്വസനീയമായ തെളിവൊന്നുമില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. ഇന്ത്യൻ അന്വേഷണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. പക്ഷേ പ്രതികളാരും ജയിലിലേക്ക് മടങ്ങിപ്പോവേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഹൈക്കോടതി തീരുമാനത്തെ ബഹുമാനിക്കുന്ന സമീപനമാണ് സുപ്രീം കോടതി കൈക്കൊണ്ടത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് ഈ കേസിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ, അതിലെ കുഴപ്പങ്ങളിലേക്ക് തന്നെ. 2015 മക്കോക്ക കോടതി വിധി വരും മുൻപ് 2014 അഭിഭാഷകനായ ആശിഷ് ഖേദൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നുണ്ട്. ATSൻ്റെ അന്വേഷണ രീതികളെയും അന്വേഷണത്തിലെ വീഴ്ചകളെയും കുറിച്ച് വിശദമായി ഈ ഹർജി പരാമർശിക്കുകയും ആശങ്കകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. കുറ്റപത്രത്തിലെ തെളിവുകൾ 3 തരത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥരോട് നടത്തിയ കുറ്റസമ്മതങ്ങൾ, ചില പ്രതികളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഡിറ്റണേറ്ററുകളും കണ്ടെടുക്കൽ, ചില പ്രതികളുടെ മുഖം തിരിച്ചറിഞ്ഞ സാക്ഷികൾ, ഇവയൊക്കെയായിരുന്നു അവ. എന്നിരുന്നാലും മിക്ക പ്രതികളുടെയും കാര്യത്തിൽ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇവയൊന്നും ആഴത്തിലുള്ളതോ വിശ്വസനീയമായതോ നിയമപരമായ അന്വേഷണ വിവരങ്ങളല്ലെന്നും പലയിടത്തു നിന്ന് പല സാഹചര്യങ്ങളിൽ പിടിക്കപ്പെട്ടവരെ ഒരു പൊതുകൃത്യത്തിൽ ഒരുമിപ്പിച്ച് പൂട്ടിയെന്നും അത് ദുരൂഹമാണെന്നും ആശിഷ് ഖേദൻ ചൂണ്ടിക്കാണിച്ചു. തുടക്കത്തിൽ തന്നെ ഈ കേസിൽ വൈരുദ്ധ്യങ്ങൾ കാണുകയും ചെയ്യാം. മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇന്ത്യൻ മുജാഹിദീൻ, ലഷ്കർ എ തൊയ്ബ, സിമി എന്നിവയെ കുറ്റപ്പെടുത്തിയപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ച് 2008 അത് ഇന്ത്യൻ മുജാഹിദീൻ്റെ ഓപ്പറേഷനാണ് എന്ന് വാദിച്ചു. 2018 അബ്ദുൽ സുബ്ഹാൻ ഖുറേഷി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഡൽഹി പോലീസ് ഇന്ത്യൻ മുജാഹിദീൻ്റെ ആതിഫ് അമീൻ, യാസിൻ ഭട്കൽ എന്നിവർ മുംബൈ സ്ഫോടനങ്ങളിൽ പങ്കാളികളാണ് എന്ന് വാദിച്ചു. ഈ വൈരുദ്ധ്യങ്ങൾ ATSൻ്റെ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. കാരണം ബോംബുകൾ ഗോവന്തിയിലെ ഒരു ഫ്ളാറ്റിൽ നിർമ്മിച്ചതാണെന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡും സെവറിയയിലെ ഒരു ഫ്ളാറ്റിൽ നിർമ്മിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ചും വാദിച്ചിരുന്നു എന്നതോർക്കണം. ATS പ്രഷർ കുക്കറുകളിൽ RDX, അമോണിയം നൈട്രേറ്റ് എന്നിവ ഉപയോഗിച്ച് ബോംബുകൾ നിർമ്മിച്ചതായി ആരോപിച്ചുവെങ്കിലും ചാർജ് ഷീറ്റിൽ പ്രഷർ കുക്കറുകളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാതിരുന്നത് വിചാരണയിൽ വിമർശിക്കപ്പെട്ടു. 2014 പ്രോസിക്യൂഷൻ പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ചതായി പറഞ്ഞുവെങ്കിലും ഇതിന് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെയാണ് 2015 മഹാരാഷ്ട്രയിലെ മൊക്കോക്ക കോടതി പ്രതികളെ മര്യാദയ്ക്ക് കേൾക്കുക പോലും ചെയ്യാതെ 5 പേരെ വധശിക്ഷയ്ക്കും ബാക്കിയുള്ളവരെ മരണം വരെ ജയിലിലും അയക്കാൻ വിധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂലൈ 21 ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി 12 പ്രതികളെയും കുറ്റവിമോചനം ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ വിധി മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ അന്വേഷണത്തിലെ ഗുരുതരമായ വീഴ്ചകളെ, തെളിവുകളുടെ വിശ്വാസ്യതയില്ലായ്മയെ, നിർബന്ധിത കുറ്റസമ്മതങ്ങളെ, മക്കോക്ക നിയമത്തിൻ്റെ ദുരുപയോഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. 671 പേജുള്ള ഈ വിധിന്യായം ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ചാണ് പുറപ്പെടുവിച്ചത്. പ്രോസിക്യൂഷൻ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് അവർ നിരീക്ഷിച്ചു. 11 പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾ ശാരീരിക മാനസിക പീഡനത്തിലൂടെ നേടിയതാണെന്ന് കോടതി കണ്ടെത്തുന്നു. ഇവ സ്വമേധയാ അല്ലെന്ന്. ഡെപ്യൂട്ടി കമ്മീഷണർമാരായ ബ്രിജേഷ് സിംഗ്, DM ഫട്താരെ എന്നിവർ രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലും സ്ഥലങ്ങളിലും എടുത്തവയാണെങ്കിലും ഒരേ വാചകങ്ങൾ, ഒരേ വ്യാകരണ പിശകുകൾ എന്നിവയോട് കൂടിയതായിരുന്നു.
ഇത് ഏജൻസികൾ മൊഴികളെല്ലാം മുന്നേ തന്നെ തയ്യാറാക്കിയതാണ് എന്ന കണ്ടെത്തലിലേക്ക് കോടതിയെ എത്തിച്ചു. KEM ഹോസ്പിറ്റൽ, ഭാഭ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ മെഡിക്കൽ രേഖകൾ പ്രതികൾക്ക് പീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൊക്കോക്ക നിയമത്തിൻ്റെ കീഴിൽ കുറ്റസമ്മതങ്ങൾ പ്രാധാന്യമുള്ളതാണെങ്കിലും നിയമത്തിൻ്റെ സെക്ഷൻ 18(2) പ്രകാരം കുറ്റസമ്മതം എടുക്കുന്നതിന് മുൻപ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇത് ആൻറ്റി ടെററിസം സ്ക്വാഡ് പാലിച്ചില്ല. കൂടാതെ കുറ്റസമ്മതങ്ങൾക്കൊന്നും സാക്ഷ്യപത്രങ്ങളും ഉണ്ടായിരുന്നില്ല. ATS സമർപ്പിച്ച 8 സാക്ഷികളുടെ മൊഴികൾ അവിശ്വസനീയമാണെന്ന് കോടതി കണ്ടെത്തി. ടാക്സി ഡ്രൈവർമാർ, ബോംബ് സ്ഥാപിക്കുന്നത് കണ്ടവർ, ഗൂഢാലോചനാ സാക്ഷികൾ എന്നിവർ 100 ദിവസം മുതൽ 4 വർഷം വരെ മൗനം പാലിച്ച ശേഷം പ്രതികളെ തിരിച്ചറിഞ്ഞത് അസാധാരണവും ദുരൂഹവുമാണെന്ന് കോടതി വിലയിരുത്തി. അതിലൊരു സാക്ഷി മറ്റൊരു സ്ഫോടന കേസിലും സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇത് അയാളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു സാക്ഷി ബോംബ് നിർമ്മാണം നേരിട്ട് കണ്ടതായി ആദ്യം പറഞ്ഞുവെങ്കിലും ക്രോസ് വിസ്താരത്തിൽ അതൊരു സുഹൃത്ത് പറഞ്ഞ് കേട്ടതാണ് എന്ന് മാറ്റി പറഞ്ഞു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം സാക്ഷികളുടെ മൊഴികൾ വിശ്വാസ്യതയും സ്ഥിരതയും ഉള്ളതായിരിക്കണം. എന്നാൽ ATSൻ്റെ സാക്ഷികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. ATSൻ്റെ തെളിവുകൾ കുറ്റം തെളിയിക്കാൻ പര്യാപ്തമല്ല എന്ന് പറഞ്ഞ കോടതി ചെയിൻ ഓഫ് കസ്റ്റഡിയുടെ അഭാവം തെളിവുകളുടെ കെട്ടിച്ചമയ്ക്കലിനെ സൂചിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. RDX, അമോണിയം നൈട്രേറ്റ് എന്നിവ ഉപയോഗിച്ച് പ്രഷർ കുക്കറുകളിൽ ബോംബുകൾ നിർമ്മിച്ചതായി ആരോപിച്ചുവെങ്കിലും സ്ഫോടക വസ്തുക്കളുടെ തരം സ്ഥിരീകരിക്കാൻ ഫോറൻസിക് തെളിവുകൾ ലഭ്യമല്ലായിരുന്നു. ബോംബ് നിർമ്മാണ സാമഗ്രികൾ കണ്ടെടുത്തതായി ATS പറഞ്ഞുവെങ്കിലും ഇവയുടെ സീലിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്ഫർ, അതായത് ചെയിൻ ഓഫ് കസ്റ്റഡി ഇവ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 65, 66 പ്രകാരം തെളിവുകളുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ ചെയിൻ ഓഫ് കസ്റ്റഡി അനിവാര്യമാണ്. ATSൻ്റെ ചാർജ് ഷീറ്റിൽ പ്രഷർ കുക്കറുകളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാതിരുന്നുവെങ്കിലും 2014 പ്രോസിക്യൂഷൻ ഇത് ഉപയോഗിച്ചതായി പറയുന്നുമുണ്ട്. പക്ഷേ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡിലും കോടതി ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തി. പരേഡ് നടത്തിയ ഓഫീസർ CRPC സെക്ഷൻ 54A കീഴിൽ അധികാരമുള്ള ഒരു മജിസ്ട്രേറ്റോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞത് ATSൻ്റെ സമ്മർദ്ദത്തിലാണെന്ന വാദം ഇതോടെ കോടതി ശരിവെച്ചു. മൊക്കോക്ക നിയമത്തിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് വിരുദ്ധമായാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് എന്ന് കോടതി വിലയിരുത്തുന്നുണ്ട്. മൊക്കോക്ക നിയമത്തിൻ്റെ സെക്ഷൻ 23(1)A പ്രകാരം മൊക്കോക്ക ചാർജസ് ചുമത്താൻ മുൻകൂർ അനുമതി ആവശ്യമാണ്. എന്നാൽ ATS 2.5 പേജുള്ള ഒരു പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മൊക്കോക്ക പ്രയോഗിച്ചു. അനുബന്ധ രേഖകളോ വിശദമായ അന്വേഷണ റിപ്പോർട്ടോ ഇല്ലാതെയായിരുന്നു ഈ നടപടി. മുൻപ് പറഞ്ഞതുപോലെ മൊക്കോക്ക റൂൾസിൻ്റെ സെക്ഷൻ 18(2) പ്രകാരം കുറ്റസമ്മതം എടുക്കുന്നതിന് മുൻപ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. എന്നാൽ ATS ഇത് പാലിച്ചില്ല. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302 പ്രകാരമുള്ള കൊലപാതകം, 120B ക്രിമിനൽ ഗൂഢാലോചന, എക്സ്പ്ലോസീവ് ആക്ട്, UAPA, മൊക്കോക്ക എന്നിവയുടെ കീഴിൽ കുറ്റം തെളിയിക്കാൻ മഹാരാഷ്ട്ര ATSന് കഴിഞ്ഞില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. തെളിവുകളുടെ അഭാവം, സാക്ഷികളുടെ വിശ്വാസ്യതയില്ലായ്മ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ATSൻ്റെ കേസ് വ്യാജമാണെന്ന് വിലയിരുത്തി തള്ളിയത്. ജൂലൈ 24-ന് മഹാരാഷ്ട്ര സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീം കോടതി വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും പ്രതികളുടെ മോചനം തടഞ്ഞില്ല. കാരണം അവർ 19 വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയിരുന്നു. സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുവെങ്കിലും ദീർഘപരിശോധനയിലൂടെ ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയ വ്യാജങ്ങൾ തെളിഞ്ഞു തന്നെ നിൽക്കുന്നു എന്നത് മനസ്സിലാക്കണം. അന്വേഷണത്തിലെ നിയമവിരുദ്ധതയും കള്ളത്തരങ്ങളുമെല്ലാം പകലുപോലെ വ്യക്തം. അങ്ങനെയെങ്കിൽ 18 വർഷം ജയിലിൽ കിടന്ന ആ മനുഷ്യരുടെ ആയുസ്സിൻ്റെ പ്രധാന ഭാഗം ആര് തിരികെ കൊടുക്കും? അവർക്കേറ്റ പീഡനങ്ങൾക്ക് ആര് മറുപടി പറയും? അവരുടെ അന്തസ്സിനേറ്റ മുറിവുകൾ ആര് തുന്നിക്കെട്ടും? അവരുടെ കുടുംബങ്ങളുടെ അനാഥത്വത്തിന്, മക്കളുടെ നിലവിളികൾക്ക് ആരാണ് ഉത്തരവാദിത്തം പറയുക? അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും എല്ലാം എതിരായ കാര്യങ്ങളാണ് ആ മനുഷ്യരുടെ കാര്യത്തിൽ സംഭവിച്ചത്. 2006 അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ 2025 കുറ്റവിമോചനം വരെ 18 വർഷത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നു. വിചാരണയും അപ്പീലും നീണ്ടുപോയത് CRPC സെക്ഷൻ 309 പ്രകാരമുള്ള വേഗ വിചാരണ എന്ന അവകാശത്തിൻ്റെ ലംഘനമാണ്. പ്രതികളിൽ പലരും യുവാക്കളായിരുന്നു.
18 വർഷത്തെ ജയിൽവാസം അവരുടെ വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും എല്ലാം നഷ്ടപ്പെടുത്തി. 20-30 വയസ്സുള്ള യുവാക്കളായിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 18 വർഷത്തിനു ശേഷം അവർ 50-ാം വയസ്സിലേക്ക് എത്തിയപ്പോൾ കുടുംബം, കരിയർ, സാമൂഹ്യ ജീവിതം എന്നിവ അവർക്ക് എന്നേക്കുമായി നഷ്ടമായി. ഭാര്യ ഗർഭിണിയായപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് 18 വർഷമായി തൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ കുടുംബങ്ങൾ ഭീകരവാദിയുടെ ബന്ധുക്കളെന്ന മുദ്രകുത്തലിനാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. അബ്ദുൽ വാഹിദ് ഷെയ്ഖിൻ്റെ കുടുംബം സമുദായത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതായി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് യുവതികൾ, വിവാഹ സാധ്യതകൾ നഷ്ടപ്പെട്ടവരായി മാറി. മുഹമ്മദ് സാജിദ് അൻസാരിയുടെ സഹോദരി ഇപ്പോഴത്തെ മോചനത്തിന് ശേഷം 18 വർഷം കുടുംബം അപമാനം സഹിച്ച് ജീവിച്ചുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തോട് പറയുന്നുണ്ട്. ഭീകരവാദ മുദ്ര മൂലം കുടുംബത്തിൽ പലർക്കും വിദ്യാഭ്യാസത്തിലും തൊഴിലിലുമെല്ലാം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഇതിനെല്ലാം ആര് മറുപടി പറയും എന്നതാണ് വലിയ ചോദ്യം. 13 പേരുടെ ജീവിതമില്ലാതാക്കിയ ATS നടപടിയെ തുറന്നു കാണിച്ച ഹൈക്കോടതി പക്ഷേ അതിലെന്തൊക്കെ തുടർ നടപടികൾ വേണമെന്നതിൽ മൗനം പാലിച്ചു. ഹൈക്കോടതി ATSൻ്റെ പീഡനത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നും ശുപാർശ ചെയ്തില്ല. പ്രതികൾക്ക് നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടിട്ടില്ല. പ്രതിഭാഗം അഭിഭാഷകയായ നിത്യ രാമകൃഷ്ണൻ 18 വർഷത്തെ ദുരിതത്തിന് അവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കോടതിയുടെ പരിഗണനയിലേക്ക് അത് വന്നതേയില്ല. ATSൻ്റെ അന്വേഷണം മുസ്ലിം യുവാക്കളെ വിവേചനാത്മകമായി ലക്ഷ്യമിട്ടതായി ആരോപണമുണ്ട്. ജമാഅത്തുൽ ഉലമ 2010 നൽകിയ പെറ്റീഷനിൽ ഇത് റിലീജിയസ് ഫ്രെയിമിംഗ് ആണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കോടതി ഈ ഭാഗവും സ്പർശിച്ചില്ല. സ്പീഡി ട്രയൽ എന്ന അവകാശം നിഷേധിക്കപ്പെട്ട മനുഷ്യർ, ഏജൻസികളുടെ ക്രൂരതയ്ക്ക് ഇരയായ മനുഷ്യർ, ഇതിനൊന്നും പ്രതിവിധി നിർദ്ദേശിക്കാതെ പാതിയിൽ അവസാനിപ്പിക്കുകയാണ് ബോംബെ ഹൈക്കോടതി ചെയ്തത് എന്ന വിമർശനം അവിടെ തന്നെ നിൽക്കുന്നു. മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ ഉത്തരവാദിത്തം ഈ കേസിൽ സ്ഥാപിക്കുന്നതിലും തുടർ നടപടികളിലേക്ക് ചുവടുവെക്കുന്നതിലും കോടതി പ്രത്യേക താൽപ്പര്യമൊന്നും കാട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആവർത്തിക്കപ്പെടാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾക്ക് ഉത്തരവിടുകയോ ശുപാർശ ചെയ്യുകയോ ചെയ്താലല്ലാതെ ഇത്തരം സംഭവങ്ങളുടെ തുടർച്ച തടയാൻ കഴിയില്ല. കാരണം ഇത്തരം കേസുകളും കെട്ടിച്ചമയ്ക്കലുകളും ഇന്ത്യയിൽ പുതിയതല്ല. വധശിക്ഷ വിധിച്ചുവെങ്കിലും 2023 മാർച്ച് 29 രാജസ്ഥാൻ ഹൈക്കോടതി ഇത് റദ്ദാക്കി. എന്നു മാത്രമല്ല 4 പ്രതികളെയും കുറ്റമുക്തരാക്കുകയും ചെയ്തു. 2008 മെയ് 13 ജയ്പൂരിൽ മനക് ചൗക്ക് ഖണ്ഡ, ചന്ദ്പൂർ ഗേറ്റ്, ബഡി ചൗപ്പർ, ചോട്ടി ചൗപ്പർ, ത്രിപോലിയ ഗേറ്റ്, ജോഹരി ബസാർ, സംഗാനേരി ഗേറ്റ് എന്നിവിടങ്ങളിൽ 9 സ്ഫോടനങ്ങൾ നടന്നു. ഈ സ്ഫോടനങ്ങളിൽ 71 പേർ മരിക്കുകയും 185 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജസ്ഥാൻ പോലീസിൻ്റെ ആൻറ്റി ടെററിസം സ്ക്വാഡ് അന്വേഷണം നടത്തി. ഇന്ത്യൻ മുജാഹിദീനാണ് അന്വേഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി. TV ചാനലുകൾക്ക് കിട്ടിയ ഇമെയിലായിരുന്നു അതിന് ആധാരം. 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 ഡിസംബർ 20 ജയ്പൂർ ബോംബ് സ്ഫോടന കേസിനായുള്ള പ്രത്യേക കോടതി 4 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തി വധശിക്ഷ വിധിച്ചു. മുഹമ്മദ് സെയ്ഫ്, മുഹമ്മദ് സർവർ ആസ്മി, സെയ്ഫുർ റഹ്മാൻ അൻസാരി, മുഹമ്മദ് സൽമാൻ എന്നിവരായിരുന്നു വധശിക്ഷ കിട്ടിയ പ്രതികൾ. പക്ഷേ 2023 മാർച്ച് 29 രാജസ്ഥാൻ ഹൈക്കോടതി 2019 വിചാരണ കോടതി വിധി റദ്ദാക്കി. 4 പ്രതികളെയും കുറ്റവിമോചിതരാക്കി. ഷഹബാസ് അഹമ്മദിൻ്റെ 2019 കുറ്റവിമോചനവും ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ബോംബെ കേസിന് സമാനമായിരുന്നു രാജസ്ഥാനിലെയും കോടതി വിധി. ATSൻ്റെ അന്വേഷണം അശ്രദ്ധവും കാര്യക്ഷമമല്ലാത്തതുമായിരുന്നുവെന്ന് കോടതി വിമർശിച്ചു. പ്രോസിക്യൂഷൻ കേസിനാസ്പദമായ സാഹചര്യങ്ങളുടെ ശൃംഖല തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കോടതി വിമർശിച്ചു. തെളിവുകളുടെ ചെയിൻ ഓഫ് കസ്റ്റഡി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ആവശ്യമായ സാക്ഷികളെ അവതരിപ്പിക്കാനായില്ല. കൃത്രിമത്വങ്ങളും കെട്ടിച്ചമയ്ക്കലുകളും എമ്പാടുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 4 പ്രതികൾക്കുമുള്ള വധശിക്ഷ കോടതി എടുത്തുകളഞ്ഞത്. ഇന്ത്യൻ മുജാഹിദിൻ്റെ ഉത്തരവാദിത്തം അവകാശപ്പെട്ട ഇമെയിൽ ഒരു കേട്ടുകേൾവിയായി കോടതി കണക്കാക്കി. അതൊരു നിയമപരമായ തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. നോക്കൂ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി കുറ്റമുക്തരാകുന്നത് എന്നു കാണണം. ആ വിധി വന്നില്ലെങ്കിൽ അവർ തൂക്കിലേറ്റപ്പെട്ടേനെ. നീതി കിട്ടാതെ നമ്മുടെ ഏജൻസികൾ എത്ര ലാഘവത്തോടെയാണ് ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ നിരപരാധികളായ മനുഷ്യരെ പിടിച്ച് തൂക്കുകയറിന് ഇട്ടുകൊടുക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത്. അങ്ങനെ ആരെങ്കിലുമല്ല, ഇത്തരം കേസുകളിലെല്ലാം
പിടിക്കപ്പെടുന്നവരൊക്കെ ദരിദ്രരും മുസ്ലിങ്ങളുമായിരിക്കുമെന്ന് വിശദമായ ഡാറ്റയെ മുൻനിർത്തി വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിലീജിയസ് ഫ്രെയിമിംഗ് ആക്ഷേപം ഉന്നയിക്കുന്ന നിരവധി ഹർജികൾ നമ്മുടെ കോടതികളിൽ കിടക്കുന്നുമുണ്ട്. പക്ഷേ കോടതി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അബ്ദുൽ നാസർ മഅ്ദനിമാരും സക്കരിയമാരുമായി ഇനിയും എത്രയെത്ര പേർ ഇന്ത്യൻ തടവറകളിൽ കിടക്കുന്നു എന്നതിലുണ്ട് വിശദാംശത്തിലേക്കുള്ള സൂചന. മൗലികമായ 2 കാര്യങ്ങളാണ് ഈ സംഭവങ്ങളിലുള്ളത്. രാജസ്ഥാനിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിലുള്ളവർ എന്ന പേരിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനാൽ പിടിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരല്ല പ്രതികളെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. ബോംബെയിൽ 200-ലധികം ആളുകളെ കൊന്ന കേസിലും പിടിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരല്ല ഭീകരർ എന്ന് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ബോംബെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ഈ സ്ഫോടനങ്ങളൊക്കെ നടത്തുന്നവർ? നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയിട്ട് ഇപ്പോഴും ഇരുട്ടിലോ വെളിച്ചത്തിലോ ജീവിക്കുന്ന അവർ ആരൊക്കെയാണ്? ഇന്ത്യയെ നടുക്കിയ പല സ്ഫോടന കേസുകളുമായി ബന്ധപ്പെട്ടും ഏജൻസികൾ തയ്യാറാക്കിയ കേസുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ ഈ നിമിഷം? ഇതാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ 10 വർഷത്തിനിടെ മാത്രം രാജ്യത്ത് നടുക്കുന്ന നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2005 ന്യൂഡൽഹി സ്ഫോടനങ്ങളിൽ 70 പേരാണ് മരിച്ചത്. അതേ വർഷം ബാംഗ്ലൂരിലുണ്ടായത്, 2006 വാരണാസിയിൽ, അതേ വർഷം മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ, അതേ വർഷം തന്നെ മലേഗാവിൽ, 2007 സംജോധയിൽ, 2007 ഹൈദരാബാദിലും അജ്മീരിലും ലക്നൌവിലും വാരണാസിയിലും ഫൈസാബാദിലും, 2008 അഹമ്മദാബാദിലും ജയ്പൂരിലും പിന്നെ മലേഗാവിലും മുംബൈയിലും എല്ലാം ഉണ്ടായ സ്ഫോടനങ്ങൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ഉയർത്തിവിട്ടതാണ്. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ പതനത്തിന് പോലും ഈ ഭീകര സ്ഫോടനങ്ങൾ കാരണമായിട്ടുണ്ട്. കാരണം ആഭ്യന്തര സുരക്ഷ പ്രധാന വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പിൽ പോലും. പിന്നീട് അത്തരം സംഭവങ്ങൾ നാം കണ്ടിട്ടില്ലെങ്കിലും പഴയ സ്ഫോടനങ്ങളുടെ ഉള്ളറകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പുതിയ കോടതി വിധിയോടെ ഈ 2025 നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു. ഇതിനെല്ലാം ആര് പറയും ഒരു ഉത്തരം? ഭീകരവേട്ടയുടെ പേരിൽ ഏജൻസികൾ ചെയ്തു പോരുന്ന ഈ കൊടും പാതകങ്ങൾക്ക് തടയിടാൻ കൂടി കോടതികൾ മുന്നോട്ട് വരുമോ? വരണ്ടേ അവർ? നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.